നമസ്കാരം. 2001 സെപ്റ്റംബർ 11 ലോകത്തെ ആകമാനം ഞെട്ടിച്ച ഒരു ഭീകര ആക്രമണമാണ് അമേരിക്കയിൽ നടന്നത്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അൽ-ഖ്വയ്ദ തകർത്തു എന്ന വാർത്തയാണ് ലോകത്തെ ഞെട്ടിച്ചത്. അതിനുശേഷം അൽ-ഖ്വയ്ദയുടെ നേതാക്കന്മാരെയും അതിൻ്റെ പ്രവർത്തകരെയുമൊക്കെ അമേരിക്ക കൊന്നൊടുക്കി എന്ന വാർത്ത വെളിയിൽ വന്നു. വളരെ സമാധാനത്തോടു കൂടിയിട്ടാണ് സമാധാനം കാക്ഷിക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾ അത് കേട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ ചില റിപ്പോർട്ടുകൾ വെളിയിൽ വന്നിട്ടുണ്ട്. അത് അത്ര ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിൽ പറയുന്നത്. അൽ-ഖ്വയ്ദ വലിയ ശക്തിയോടുകൂടി വീണ്ടും തിരിച്ചു വരുന്നു എന്ന വാർത്തകളാണ് ഐക്യരാഷ്ട്രസഭയും UN രഹസ്യാന്വേഷണ ഏജൻസികളും പുറത്ത് വിട്ടിരിക്കുന്നത്. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. ഇസ്ലാം സ്റ്റേറ്റിന്റെ ഉദയവും റഷ്യ ഉക്രൈൻ യുദ്ധവും ഒക്കെ ജനങ്ങൾ ശ്രദ്ധിച്ച് നിന്ന സമയത്ത് വളരെ രഹസ്യമായി ഏതാണ്ട് 50% മടങ്ങ് വളർന്ന് അൽ-ഖ്വയ്ദ എന്ന തീവ്രവാദ സംഘടന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് UN രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയും മറ്റ് ഏജൻസികളും പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഏതാണ്ട് 25,000-ഓളം അൽ-ഖ്വയ്ദ പ്രവർത്തകർ ശാന്തമായി രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്ന കണക്കുകളാണ് വെളിയിൽ വരുന്നത്. 2001 അമേരിക്കയെ ആക്രമിച്ച സമയത്ത് അൽ-ഖ്വയ്ദയുടെ അംഗസംഖ്യ വെറും 5,000 ആയിരുന്നെങ്കിൽ ഇന്നത് 25,000-ആയി വളർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അൽ-ഖ്വയ്ദയുടെ പഴയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് തന്ത്രങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് മതമൗലികവാദവും പ്രത്യയശാസ്ത്രവുമൊക്കെയാണ് മുറുകെ പിടിച്ചവരെയാണ് അവർ കൂട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകളല്ല നടക്കുന്നത്. ഇന്ന് ദരിദ്രരായിട്ടുള്ള ആളുകളെയും പ്രാദേശികപരമായിട്ടുള്ള പല തർക്കങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നവരെയും സമീപിച്ചുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ് രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ അൽ-ഖ്വയ്ദയുടെ നേതാക്കന്മാരും പ്രവർത്തകരും വലിയ സാമ്പത്തിക ലാഭം മുൻനിർത്തിയും മതപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുമായിട്ടാണ് ഇന്നത്തെ പുതിയ അൽ-ഖ്വയ്ദയുടെ ഉദയം. ആഫ്രിക്കൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലുമൊക്കെ നിലനിൽക്കുന്ന കടുത്ത ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടാണ് ഇവർ അവരുടെ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണം വാഗ്ദാനം നൽകിയും ഉയർന്ന ജീവിത സൗകര്യങ്ങൾ വാഗ്ദാനം നൽകിയുമാണ് ഇവരുടെ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ശാന്തമായി വലിയൊരു സൈന്യത്തെയാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മതപരമായോ പ്രത്യയശാസ്ത്രപരമായോ വലിയ അറിവുകളൊന്നും റിക്രൂട്ട് ചെയ്യുന്ന പുതിയ അംഗങ്ങൾക്കില്ലെങ്കിലും ഏതു നിമിഷവും വലിയ സ്ഫോടനങ്ങളും അക്രമങ്ങളും നടത്തത്തക്ക രീതിയിൽ അവരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭീകരാക്രമണത്തെ എങ്ങനെ കൂടുതൽ അപകടകരമാക്കാമെന്ന് ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആയുധങ്ങൾ നിർമ്മിക്കുവാനും ഡ്രോൺ പോലെയുള്ള ആധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ വലിയ പരിശീലനമാണ് ഇവരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ ഭീകരാന്തരീക്ഷത്തെ മറ്റൊരു രീതിയിലേക്ക് വാർത്തെടുക്കുവാൻ അവർക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചെറുപ്പക്കാരെയാണ് ഇവർ കൂടുതലും ലക്ഷ്യം വെക്കുന്നത്. നീണ്ട കാലത്തേക്ക് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. പഴയകാലത്ത് അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനം ഒരു രഹസ്യ കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചതായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിഘടിച്ചു കിടക്കുന്ന ചെറു സംഘങ്ങളായിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഗ്രാമങ്ങൾ മുതൽ ഏഷ്യയിലെ ഉൾഗ്രാമങ്ങളിൽ വരെ ഇവരുടെ പ്രവർത്തനങ്ങൾ ശാന്തമായി നടക്കുന്നുണ്ട് എന്നാണ് UN കമ്മീഷൻ വെളിയിൽ വിടുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ആഫ്രിക്കയിലെ ഗ്രാമങ്ങൾ മുതൽ ഏഷ്യയിലെ ഉൾഗ്രാമങ്ങളിൽ വരെ ഇവരുടെ പ്രവർത്തനം ശാന്തമായി നടക്കുന്നുണ്ട് എന്നാണ് UN രഹസ്യാന്വേഷണ കമ്മീഷൻ വെളിവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പ്രാദേശിക ഘടകത്തിനും തീരുമാനങ്ങൾ എടുക്കുവാനും ആക്രമണങ്ങൾ സംഘടിപ്പിക്കുവാനും കഴിയും എന്നുള്ളത് ലോക രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ വലയ്ക്കുന്നുണ്ട്. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തത് മുതൽ അൽ-ഖ്വയ്ദയ്ക്ക് പുതിയ ഉണർവാണ് ലഭിച്ചിരിക്കുന്നത്. അൽ-ഖ്വയ്ദയ്ക്ക് താലിബാനുമായി വളരെ വലിയ ബന്ധമുണ്ടെന്ന് UN രഹസ്യാന്വേഷണ കമ്മീഷൻ പറയുന്നു. താലിബാന്റെ സംരക്ഷണയിൽ
അൽ-ഖ്വയ്ദ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ പരിശീലന കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വെളിയിൽ വരുന്നത്. അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് പരിശീലനം ലഭിക്കുന്ന ഒരു ക്യാമ്പായി അഫ്ഗാനിസ്ഥാൻ മാറി എന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ. അൽ-ഖ്വയ്ദ പാകിസ്ഥാനിലെ ചില ഭീകരവാദ സംഘടനകളുമായി ചേർന്നിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളും മറ്റും നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ലോകത്ത് പല പേരുകളിലാണ് ഇപ്പോൾ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇവരുടെ വളർച്ച വളരെ വലിയ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. AQIS തലവൻ ഒസാമ മഹമ്മൂദ്, ഉപമേധാവി യഹിയ ഗൗരി എന്നിവർ കാബൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. താലിബാന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൽ-ഖ്വയ്ദ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് UN കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണം എന്നതിലുപരി സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികമായി നടക്കുന്ന പ്രശ്നങ്ങളെ വിഘടിപ്പിച്ച് രാജ്യത്തിനകത്ത് തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ തിരിച്ചുവരവ് നിസ്സാരമായി കാണുന്നത് വളരെ വലിയ അപകടമാണെന്ന് പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ ഭീകരവാദത്തിന്റെ രൂപവും ഭാവവും മാറി നമ്മളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് സത്യം. ലോക സുരക്ഷാ ഏജൻസികൾ പരസ്പരം കൈകോർത്താലേ പുതിയ തന്ത്രങ്ങൾ മെനയുന്ന അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടനയെ ലോകത്തു നിന്നും തുടച്ചു മാറ്റാൻ കഴിയൂ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ പേരുകളിൽ ഇവർ ശാന്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വളർച്ച ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.